ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ രാത്രികാലം വീണ്ടും വാഴ്ത്തപ്പെടട്ടെ. റോമാലേഖനത്തിലുള്ള നമ്മുടെ പഠനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് തുടരാം. റോമാലേഖനം 8-ാമത്തെ അധ്യായം, അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നമ്മൾ ദൈവസന്നിധി ചിന്തിപ്പാനായിട്ട് ദൈവം അവസരം നൽകിയല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അടുത്ത വാക്യങ്ങൾ 5 മുതലുള്ള വാക്യങ്ങൾ ഇന്ന് രാത്രികാലം നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ ചിന്തിപ്പാനായിട്ട് പഠിക്കുവാനായിട്ട് നമ്മെ തന്നെ ദൈവങ്ങളിൽ ഒരുക്കാം. പ്രത്യേകിച്ച് റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോഴും പഠിച്ചപ്പോഴും ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ചാണ് നാം പ്രധാനമായിട്ട് അവിടെ കാണുന്നത്. ദ ലൈഫ് ഇൻ ദ സ്പിരിറ്റ്, അല്ലെങ്കിൽ ദ സ്പിരിറ്റ് ലൈഫ്. കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിൽ ദ ഡെലിവറൻസ് ഓഫ് ദി സ്പിരിറ്റ് ലൈഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതായത് ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ വിടുതലിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. അത് ഒരു ന്യൂ ലൈഫ്, ഒരു പുതിയ സൃഷ്ടിയാണ്, പുതിയ ജീവിതമാണ്, ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് രാത്രികാലം അതിനോടുള്ള ബന്ധത്തിൽ തന്നെ ദ ഡിഫറൻസ് ഓഫ് ദി സ്പിരിറ്റ് ലൈഫ്, കഴിഞ്ഞ ആഴ്ചയിൽ ദ ഡെലിവറൻസ്, ആത്മാവിൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിടുതലിനെ കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ ഇന്ന് രാത്രികാലം നാം ദൈവസന്നിധിയിൽ ചിന്തിക്കാൻ പോകുന്നത് ഈ ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ വ്യത്യാസം എന്താണ്. ഹൗ യു ക്യാൻ ഡിസ്റ്റിങ്ക്യൂഷ് ദ സ്പിരിറ്റ് ലൈഫ്, അല്ലെങ്കിൽ ആത്മാവിൽ ഒരാൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ അനുഭവത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന്, ഹൗ ഇറ്റ് ക്രിയേറ്റ്സ് എ ഡിഫറൻസ് ഫ്രം ദി അതർ കാർണൽ ഓർ ഫ്ലഷി ലൈഫ്. ജഡത്തിൻ്റെ ജീവിതവുമായി ജഡീകമായ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ആത്മാവിൻ്റെ ജീവിതത്തെ നമുക്ക് വേർതിരിച്ച് അറിയാം. റോമാലേഖനം 8-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ് അതിന് ആസ്പദമായി ഇന്ന് രാത്രികാലം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ നാം പ്രധാനമായി കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പദം, അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു, അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്, മനസ്സാണ്, നമ്മുടെ ചിന്തയാണ്. വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്, ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് ആണ് നമ്മുടെ വായിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ മനസ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ദ മൈൻഡ്, ഹൃദയം, ചിന്ത. അപ്പോൾ വേദപുസ്തകം നമ്മൾ പഠിച്ചു നോക്കിയാൽ വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്, ഒരു വ്യക്തി എന്താണോ ചിന്തിക്കുന്നത് ആ വ്യക്തിയെ തൻ്റെ ചിന്ത കൊണ്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദറ്റ് മീൻസ് ബൈബിൾ ക്ലിയർലി ടീച്ചസ് ദാറ്റ് how man thinks determines what manner of man he is or she is. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതം. ഉദാഹരണത്തിന് സദൃശ്യവാക്യം 23-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സദൃശ്യവാക്യം 23-7 ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത്, അവൻ എന്താണോ മനസ്സിൽ കാണുന്നത്, കണക്ക് കൂട്ടുന്നത്, മനസ്സിൽ ചിന്തിക്കുന്നത്, അതാണ് ആ വ്യക്തി. അപ്പോൾ ഒരുവൻ ദുഷ്ടതയാണ് മനസ്സിൽ ചിന്തിക്കുന്നതെങ്കിൽ ആ വ്യക്തിയിൽ നന്മയില്ല, ദുഷ്ടതയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഒരുവൻ നന്മയാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ വ്യക്തിയിൽ നന്മയുടെ അനുഭവങ്ങൾ നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ തന്നെ 12-ാം അധ്യായത്തിൽ താൻ പറയുമ്പോൾ
നിങ്ങളുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുത്തുക. സോ when a person is committing his life to God, or in other sense, if a person receives Jesus Christ as his or her personal savior and committing their life to lead according to the guidance of the Spirit and according to the oracles and the words of Jesus Christ, that means that person has a renewed sense of mind. പുതിയ ഒരു മനസ്സിൻ്റെ ഉടമയായി മാറുന്നു. മനസ്സിന് പുതുക്കം പ്രാപിച്ചിട്ട്, നിങ്ങളുടെ ഹൃദയത്തിന് പുതുക്കം പ്രാപിച്ചിട്ട്, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സുകളെ പുതുക്കി രൂപാന്തരപ്പെടാനായിട്ട് പൗലോസ് ദൈവജനത്തോട് ഓർപ്പിക്കുകയാണ്. അപ്പോൾ വേദപുസ്തകം വളരെ കർശനമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു വസ്തുത എന്തെന്ന് ചോദിച്ചാൽ, ഒരുവന്റെ ഹൃദയത്തിൽ എന്താണോ അവൻ നിരൂപിക്കുന്നത് അതാണ് ആ വ്യക്തിയുടെ ആകത്തുക, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് പൗലോസ് പറഞ്ഞ വാക്യം ഒന്ന് ചേർത്ത് നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2:5 ഒന്ന് വായിച്ചാട്ട് അത് ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ വാക്യങ്ങളൊന്ന് എടുത്തു വായിപ്പിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2:5 ഒന്ന് വായിച്ചാട്ട്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഓർ ഇൻ അതർ സെൻസ്, ബി അക്കോർഡിംഗ് ടു ദ മൈൻഡ് ഓഫ് എ ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മൈൻഡ്, മനസ്സ് തന്നെ നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ, വിശ്വാസികളായി തീരുമ്പോൾ, വാസ്തവത്തിൽ നമ്മളെ കണ്ടാൽ നമ്മുടെ മനസ്സ് ആരുടെ മനസ്സ് പോലെ ഇരിക്കണമെന്നാണ് പറയുന്നത്? ക്രിസ്തുവിൻ്റെ മനസ്സ് പോലെ ഇരിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. എൻ്റെ മൈൻഡ്, എൻ്റെ ചിന്ത, ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, പറയുന്നത് പോട്ടെ, നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് യേശു ക്രിസ്തു ചിന്തിക്കുന്നത് പോലെയാണോ? ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പൗലോസ് തന്നെ പറയുന്നു, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ വിശ്വാസികളായി, വിശ്വാസി മക്കളായി, ദൈവമക്കളായി, രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്ന നാം ഓരോരുത്തരും ഇന്ന് രാത്രികാലം പരിശോധിക്കേണ്ടത്, എൻ്റെ മനസ്സ് യേശുവിൻ്റെ മനസ്സ് പോലെയാണോ, അല്ലെങ്കിൽ എൻ്റെ മനസ്സും ഞാൻ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ മാച്ച് ആകുന്നുണ്ടോ എന്നത് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. സോ ദ ഡിഫറൻസ് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദി മൈൻഡ്, വിത്ത് ദി തോട്ട്സ്, വിത്ത് ദ ലൈഫ് ദാറ്റ് വി ആർ ലീഡിങ്. ഇത് ഇത്രയൊരു ഇൻട്രഡക്ഷൻ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കെ തന്നെ, സോ വി വിൽ ഗോ ആൻഡ് എക്സ്പ്ലോർ ദ ഡിഫറൻസസ് ഓർ ദ ഡിഫറൻസ് ഓഫ് ദ സ്പിരിറ്റ് ലൈഫ്. ഒരു ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത. സോ ഒന്നാമത്തെ കാര്യം, ദ ഫസ്റ്റ് ഡിഫറൻസ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ മൈൻഡ് ഓഫ് ദ ബിലീവർ. ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന ആ കാര്യം തന്നെ, മനസ്സിലുള്ള വ്യത്യാസം. ദർ ഈസ് എ സ്ട്രോങ് differences in the mind of a believer who has been delivered into a spirit-led life or a spirit life. അതിൽ 5-ാമത്തെ വാക്യമാണ് ഇനി പ്രാരംഭത്തിൽ ചിന്തിക്കുന്നത്. അതിൻ്റെ ഡിഫറൻസ് ആണ്, മനസ്സിൻ്റെ ചിന്തയുടെ ഡിഫറൻസ് ആണ്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. So the first differences in the mind of the believer is a desire of the mind are changed. ഒന്നാമത്തെ വ്യത്യാസം, നമ്മുടെ മനസ്സിന്റെ വ്യത്യാസം, ഒരു വിശ്വാസിയായി തീർന്നാൽ അവന്റെ മനസ്സ് മാറ്റപ്പെട്ടു. ഇറ്റ് ഹാസ് ബീൻ ചേഞ്ച്. അവിടെ അതാണ് വായിക്കുന്നത്, for those who are according to the flesh set their minds on the things of the flesh, but those who are according to the Spirit, the things of the Spirit. അപ്പോൾ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ഒരു കമ്പാരിസൺ കാണിക്കുകയാണ്. എ കാർണൽ മാൻ ആൻഡ് എ സ്പിരിച്വൽ മാൻ, ഓർ എ മാൻ, എ ഫ്ലഷ് ആൻഡ് ദി സ്പിരിച്വൽ ബീയിങ്. സോ ദ നാച്ചുറൽ മാൻ, അല്ലെങ്കിൽ ഒരു ജഡമനുഷ്യന്റെ, നാച്ചുറൽ മാൻ്റെ ചിന്തകൾ എന്ന് പറയുന്നത്, തിങ്കിങ് ഈസ് ഓൾവേസ് ഡിറക്റ്റഡ് ടുവേർഡ്സ് ദി ഫ്ലഷ്. ഒരു ജഡ സ്വഭാവമുള്ളവന്റെ മനസ്സ് എപ്പോഴും ജഡത്തിനുള്ളതാണ് ചിന്തിക്കുന്നത്.
ജഡസ്വഭാവമുള്ളവരുടെ മനസ്സെപ്പോഴും ജഡത്തിനുള്ളതാണ് ചിന്തിക്കുന്നത്. ഈ രാത്രികാലം നമ്മൾ കർത്താവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരായി തീർന്ന ദൈവമക്കളെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മളെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാൻ കഴിയേണ്ടത്, ആർ വി സ്റ്റിൽ കണ്ടിന്യൂയിങ് ഇൻ ദാറ്റ് കാർണൽ നേച്ചർ ഓർ എ നാച്ചുറൽ നേച്ചർ? ജഡസ്വഭാവത്തിലാണോ നാം ആയിരിക്കുന്നത്? അത് നമുക്ക് തന്നെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താൻ പറ്റുന്ന ചില പോയിന്റേഴ്സ് ഉണ്ട്. അതിലൊന്ന്, അല്ലെങ്കിൽ അതിൽ പലതുണ്ട്, ഞാൻ ചിലത് ഓർപ്പിക്കാം. ആർ വി ലുക്കിംഗ് ഓൾവേസ് ഓൺ ദി ഫിസിക്കൽ മാറ്റർ? നമ്മുടെ ജീവിതം എപ്പോഴും ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ വി ആർ എ മാൻ വിത്ത് ഫ്ലഷ്, ജഡസ്വഭാവമുള്ള മനുഷ്യനാണ്. അല്ലെങ്കിൽ വി ആർ നോട്ട് ഇൻ എ സ്പിരിച്വൽ റെലം, ബട്ട് വി ആർ ഇൻ എ നാച്ചുറൽ റെലം. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് ഭൗതിക നന്മകളുടെ ആവശ്യമുണ്ട്, ജോലിയുടെ ആവശ്യമുണ്ട്. നമുക്ക് വിവിധ നിലകളിൽ നമ്മൾ ഭൗതികമായ വിഷയങ്ങൾ അന്വേഷിച്ചെങ്കിൽ മാത്രമേ ലോകത്തിൽ ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതെല്ലാം ശരിയാണ്, വാസ്തവമാണ്. But if it is always our desire is on a physical or a material or a selfish matters, that means our mind is or our desires are not yet changed. നമ്മുടെ മനസ്സ് എന്ത് ചെയ്തിട്ടില്ല? മാറിയിട്ടില്ല. ജഡസ്വഭാവമുള്ള ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. ഒരു സിമ്പിൾ ഉദാഹരണം തന്നെ പറഞ്ഞാൽ, ഇന്ന് വൈകുന്നേരം നമുക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻ വരികയാണ്. ഇന്ന് രാത്രിയും ബൈബിൾ സ്റ്റഡി ഉണ്ട്, അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ ഒരു കൂട്ടുകാരനെ വിസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പുറത്തൊരു ഔട്ടിങ്ങിന് പോകാനായിട്ട് ഒരു പറ്റിയ അവസരവും ലഭിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോണം. അപ്പോൾ 2 വിഷയമുണ്ട്. നമ്മുടെ മനസ്സ് കൂടുതലും ഇന്ന് എല്ലാ ദിവസവും ബൈബിൾ സ്റ്റഡിക്ക് പോകുന്നില്ല, ഇന്നൊരു ബൈബിൾ സ്റ്റഡിക്ക് പോയില്ലെങ്കിലും സാരമില്ല, നമുക്കെന്നാൽ ഇന്ന് ഒരു ദിവസം ഒന്ന് റിലാക്സ് ചെയ്തിട്ട്, അത്യാവശ്യമല്ല എന്ന് ഓർക്കണം, വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പോകണം. അത്യാവശ്യമായി നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാകുമ്പോൾ അത് തീർച്ചയായിട്ടും പോകേണ്ടത് ആ സിറ്റുവേഷൻ അങ്ങനെയാണ്. എന്നാൽ അതല്ല, വി ഹാവ് എ ഈക്വലി റൈറ്റ് ഓപ്ഷൻസ്. ഒന്നെങ്കിൽ നമുക്ക് ദൈവവചനം കേൾക്കാനായിട്ട് ബൈബിൾ സ്റ്റഡിക്കായിട്ട് വന്നിരിക്കാം, അതല്ല എങ്കിൽ നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒരു ഔട്ടിങ്ങിനോ അല്ലെങ്കിൽ ഒരു പിക്നിക്കോ പ്ലാൻ ചെയ്യാം. ഇതിനകത്ത് ബൈബിൾ സ്റ്റഡി ഇല്ലാതെ നമ്മൾ എങ്ങനെ പിക്നിക്കിന് പോകുന്നത്? നമുക്ക് ബൈബിൾ സ്റ്റഡി വേണമല്ലോ. ആത്മീയ കൂട്ടായ്മ വിട്ടിട്ട് നമ്മളുടെ മനസ്സിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബൈബിൾ സ്റ്റഡിക്ക് കയറാൻ പറ്റിയില്ലല്ലോ, ബൈബിൾ സ്റ്റഡിക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ പോട്ടെ, സഭായോഗത്തിന് പോകുന്ന സമയമാണെങ്കിലും അന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സഭായോഗത്തിന് പോകാൻ പറ്റാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ പ്രയാസവും വിങ്ങലും ഒക്കെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ ഡിസയർ ഈസ് ഫോർ എ സ്പിരിച്വൽ റെലം. അതല്ല, ഇന്നിപ്പോൾ സഭായോഗത്തിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിന്നൊരു പ്രത്യേകമായ സ്പെഷ്യൽ ഇവൻറ്റിന് വേണ്ടി നമുക്ക് പോകാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ our desires are on a physical, material, selfish matters. Or other sense, on a religious sense എന്ന് വേണമെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നമുക്ക് വിശ്വാസത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിൻ്റെ മുന്നിലാണ് ഒരു പ്രോഗ്രാം ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു ഈവൻ്റ് ഓറിയൻറ്റഡ് ആകാനുള്ള സാധ്യത പലപ്പോഴുമുണ്ട്. എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മുടെ സഭാരാധന പോലും ചിലപ്പോൾ ഇറ്റ് ബിക്കംസ് എൻ ഈവൻറ്റ് ഫോർ അസ്. എന്താണ്? അവിടെ വന്നാൽ പലരെ കാണാം, പാട്ട് പാടാം, നമുക്ക് പ്രസംഗിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് നടക്കും. സോ വി മിയർലി സീ അവർ സ്പിരിച്വൽ റെലം ആസ് something as we called as religion. ഒരു മതത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്നാണ് നമ്മൾ പലതിനെയും കാണുന്നതെങ്കിൽ that is truly a desire of a flesh. Praise the Lord. അപ്പോൾ നമ്മൾ നമ്മുടെ ആത്മീയത തന്നെ ഒരു ഈവൻ്റായിട്ട് കാണുകയാണെങ്കിൽ, ഈ ആത്മീയ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇതെല്ലാം ഒരു ഈവൻ്റായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ചില ചിട്ടകളാണെന്ന് കാണുന്നത്, ഒരു പാരമ്പര്യമാണെന്ന് കാണുന്നുവെങ്കിൽ, വി ആർ ഓൾ അണ്ടർ ദി ഡിസയേഴ്സ്
ഓഫ് ദി മൈൻഡ് ഓർ ഓഫ് ദി ഫ്ലഷ്. ജഡത്തിൻ്റെ സ്വഭാവമുള്ളവരാണ്, ജഡത്തിൻ്റെ ചിന്തകളാണ്. അപ്പോൾ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം അവിടെ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിലുള്ളവർ എന്ത് ചെയ്യുന്നു? ആത്മാവിലുള്ളത് ചിന്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം കൂടെ അവിടെ ചേർത്ത് പറയാം. ഈ ജഡത്തിനുള്ളത് ജഡസ്വഭാവം, ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു പറഞ്ഞാൽ ദൈവത്തെ പോലും ജഡത്തിൽ നിന്ന് ചിന്തിക്കും എന്ന് പറഞ്ഞാൽ, ദൈവത്തെ ഞാൻ സാധാരണ പലപ്പോഴും പറയാറുണ്ട്, ദൈവത്തെ കാണുന്നത് നമ്മൾക്ക് എന്തൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അപ്പോൺ അവർ റിക്വസ്റ്റ് വന്ന് സാധിപ്പിച്ച് തരുന്ന ഒരു മെയ്ഡിനെ പോലെ, ഒരു സെർവൻറ്റിനെ പോലെ, അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് ഓഫീസറിനെ പോലെ. ഞാനൊരു കാര്യം പറയുമ്പോൾ ദൈവം വന്ന് അത് ചെയ്തു തരണം, എനിക്കൊരു നീഡുണ്ടായി ദൈവം അത് വന്ന് ചെയ്തു തരുന്നു. സോ അങ്ങനെ പറയുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവത്തെ പോലെ നമ്മുടെ ദൈവത്തെ കാണുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ജഡത്തിലൂടെയാണ് ദൈവത്തെ കാണുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കാഴ്ചപ്പാടുകളെയും നമുക്ക് ജഡത്തിൻ്റെ ഫണലിൽ കൂടെ ചിന്തിക്കാൻ പറ്റും, ദൈവത്തെ ജഡത്തിൽ കൂടെ ചിന്തിക്കാൻ പറ്റും, ദൈവത്തെ ജഡത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും, ആത്മീയത ജഡത്തിലൂടെ ചിത്രീകരിക്കാൻ പറ്റും. നമ്മുടെ പാട്ടും ആരാധനയും പ്രാർത്ഥനയും എല്ലാം ജഡത്തിൻ്റെ കുഴലിൽ കൂടെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. എന്നാൽ നേരെ മറിച്ച് അവിടെ പറയുന്നത് ആത്മാവിലുള്ളവരെന്ത് ചെയ്യുന്നു? ആത്മാവിലുള്ളത് ചിന്തിക്കുന്നു. ഇഫ് യു ആർ സേവ്ഡ്, അവർ ഡിസയേഴ്സ് വുഡ് ബി ഫോർ ദി ഹെവൻലി തിങ്സ്. നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, ഡിസ്ക്ലൈമർ പറഞ്ഞു, നമുക്ക് ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും വേണം, ജോലി വേണം, നമുക്ക് പല ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റപ്പെടണം, അതെല്ലാം സംഭവിക്കണം, അതെല്ലാം നടക്കണം. പക്ഷെങ്കിൽ നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ചിന്തകൾ, ഇഫ് അവർ ഡിസയേഴ്സ് ആർ നോട്ട് ഫ്രം ദ സ്പിരിറ്റ്, ഇറ്റ് വുഡ് ബി ഫ്രം ദി നാച്ചുറൽ കാർണൽ ഫ്ലഷി മാൻ. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവർ ഡിസയേഴ്സ് ഫോർ ദി ഹെവൻലി തിങ്സ്, അവിടെയാണ് ദൈവവചനത്തെ നമ്മൾ സ്നേഹിക്കുന്നത്, അവിടെയാണ് വിശുദ്ധന്മാരെ അല്ലെങ്കിൽ വിശ്വാസി മക്കൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ പോലെ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ ആലയത്തെ സ്വന്തം ഭവനമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എ ബിൽഡിംഗ്, ബട്ട് ദി ഹൗസ് ഓഫ് ദ ലോർഡ് ഈസ് മൈ ഹോം. എനിക്ക് എൻ്റെ ആലയം, ദൈവത്തിൻ്റെ ആലയം എൻ്റെ ഭവനമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഐ ലവ് ടു വർഷിപ്പ് ദ ലോർഡ്. എപ്പോഴാ? വെൻ വി ആർ ഓഫ് ദി സ്പിരിറ്റ്. ആത്മാവിലുള്ളതാണ് ചിന്തിക്കുന്നതെങ്കിൽ ദൈവജനം ആർത്തിയോടെ നമ്മൾ ഭക്ഷിക്കുന്നവരാകും. കൂട്ടു സഹോദരങ്ങളെ കണ്ടാൽ നമ്മുടെ സ്വന്തം ബന്ധുക്കളെ പോലെ അല്ലെങ്കിൽ സ്വന്തം രക്തബന്ധം പോലെ നമുക്ക് അവരെ കാണാൻ കഴിയും. ദൈവത്തിൻ്റെ ആലയത്തെ കാണുമ്പോൾ സ്വന്തം ഭവനം പോലെ നമുക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയും. ദൈവിക ആരാധന എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷം പോലെ നമുക്ക് കാണാൻ കഴിയും. So that is a change. So where is our desire? Is our desire going to a physical, material, selfish concern, or our desire is moving towards to study the word, love the people of God, or else to love the house of the Lord, or else to worship the Lord? എങ്ങോട്ടാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നതെന്ന് നമുക്ക് തന്നെ ആത്മപരിശോധന ചെയ്താൽ നമുക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. നമ്മൾ ജഡത്വ സ്വഭാവമുള്ളവരാണോ ആത്മസ്വഭാവമുള്ളവരാണോ? പ്രൈസ് ദി ലോർഡ്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് മാത്രം ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനൂടെ ഉള്ളത് ചിന്തിക്കുന്നു. സോ ദാറ്റ് ഈസ് ദ ഡിസയർ ഓഫ് ദ മൈൻഡ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഡിഫറൻസസ് ഇൻ ദി മൈൻഡ് ഓഫ് എ person, mind of the believer. Secondly, the differences in the mind of the believer, the direction of the mind are changed. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ചിന്തയുടെ വഴി തന്നെ മാറ്റപ്പെട്ടിട്ടുണ്ട്. 6-ാമത്തെ വാക്യം, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ടു കമ്പാരിസൺ പിന്നെയും അവിടെ പറയുന്നു. കാർണൽ മാൻ, ഫ്ലഷി മാൻ ഓൾവേസ് തിങ്ക് അബൌട്ട് ഡെത്ത്. അവിടെ ഒരു കാര്യം, വസ്തുത ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, ജഡത്തിൻ്റെ ചിന്ത മരണം എന്ന് പറയുന്നത് ഇവിടെ ഈ മരണത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നത് നിർജീവത്വം, ഇനാക്റ്റീവ്നെസ്.
അല്ലെങ്കിൽ ഡെഡ്ലിനെസ്. അപ്പോൾ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നതൊക്കെ ജീവനില്ലാത്തതും, ഇറ്റ് കനോട്ട് റീപ്രൊഡ്യൂസ്, ഇറ്റ് കനോട്ട് സസ്റ്റെയിൻ, ഇറ്റ് ഹാസ് നോ ലൈഫ്. ജീവനില്ലാത്ത നിർജീവമായ ചത്തതായ സംഗതികളെയാണ് ജഡത്തിനുള്ളവരുടെ ചിന്ത അതിലേക്കാണ് പോകുന്നത്, അതിലേക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്. ജീവനില്ലാത്തതും നിർജീവമായതിലേക്കുമാണ് എന്ത് ചെയ്യുന്നത്, ഒരുവൻ്റെ അല്ലെങ്കിൽ ജഡത്തിലുള്ളവൻ്റെ ചിന്തകൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എഫേസ്യ ലേഖനത്തിൽ ജീവൻ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ദൈവജനത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞത്, നമ്മളെല്ലാവരും ക്രിസ്തുയേശുവിൻ്റെ ഉയർപ്പിനാൽ, ആ വാക്യം എനിക്കൊന്ന് എഫേസ്യ ലേഖനം 2:1, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ. സോ വി ആർ ഓൾറെഡി ഡെഡ് in sin. You were dead in our trespasses and sins. നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. We are dead. But എന്ത് സംഭവിച്ചു? അവൻ എന്ത് ചെയ്തു? മരിച്ചവരായിരുന്നു, നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. We are been resurrected through Jesus Christ. So once we were dead, but now through the life of Jesus Christ, or through the death of Jesus Christ, through the resurrection of the Jesus Christ, we are also resurrected. നമ്മൾ ജീവനുള്ളവരായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ റോമാലേഖനത്തിൽ ഓർപ്പിക്കുമ്പോൾ പൗലോസിലൂടെ പറയുന്നത്, ജഡത്തിൻ്റെ ചിന്തയുടെ ഡയറക്ഷൻ ഈസ് ഓൾവേസ് ടു ഇനാക്ടിവിറ്റി. ജഡത്തിൻ്റെ ചിന്ത എപ്പോഴും മരണത്തിൻ്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ നിർജീവത്വത്തിലേക്ക് പോകുമ്പോൾ, എന്നാൽ പ്രൈസ് ദി ലോർഡ്, ജീവനുള്ളവൻ്റെ ചിന്ത അല്ലെങ്കിൽ ആത്മാവിനുള്ളവൻ്റെ ചിന്ത എന്ത്? ജീവനും സമാധാനവും തന്നെ. ഹി തിങ്സ് ഓഫ് ലൈഫ് ആൻഡ് പീസ്. പ്രൈസ് ദി ലോർഡ്. ഫോർ ദ മൈൻഡ് സെറ്റ് ഓൺ ദ ഫ്ലഷ് ഈസ് ഡെത്ത്, ബട്ട് ദ മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ് ഈസ് ലൈഫ് ആൻഡ് പീസ്. ജീവനും സമാധാനവുമാണ്. സോ അവർ ഡിറക്ഷൻ ഈസ് ഓൾവേസ് ടു പീസ്. അവർ ഡിറക്ഷൻ ഈസ് ഓൾവേസ് ടു പീസ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, ഒരു ദൈവ മക്കൾ എന്ന നിലയിൽ, അവർ മൈൻഡ് ഷുഡ് ഓൾവേസ് ഡിറക്റ്റ് ടു പീസ്. സമാധാനത്തിലേക്കായിരിക്കണം നമ്മുടെ മനസ്സിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഒരു നമ്മുടെ മനസ്സ് രക്ഷിക്കപ്പെട്ടവനാണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഒരു സെൽഫ് ഇവാലുവേഷനാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം ചിന്തിച്ചാൽ അത്, ഇഫ് ഇറ്റ് എൻഡപ്സ് ഇൻ കോൺഫ്ലിക്ട്സ്, or if it ends up in quarreling, if it ends up in confusions, if it ends up in kind of any kind of എന്താ പറയുന്നത് difficulty, or it ends up in some kind of internal issues, ഇങ്ങനെയുള്ള കാര്യത്തിലേക്കാണ് എത്തി നിൽക്കുന്നെങ്കിൽ, if we are triggering more to that elements, അതിൻ്റെ അർത്ഥം our mind's direction is not of the heavenly direction, but our mind is going through the എന്താ പറയുന്നത് praise, it is going through the fleshy carnal mindset. നമ്മൾ സ്വർഗത്തിലെ ആത്മസ്വഭാവമുള്ളവരാണെങ്കിൽ നമ്മുടെ ചിന്ത എപ്പോഴും സമാധാനം ഉണ്ടാക്കാനുള്ള കാര്യത്തിലേക്കാണ് പോകുന്നത്. അതല്ല, നമ്മുടെ ചിന്ത ആ നിലയിലല്ല. ജഡസ്വഭാവമുള്ളതാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ കോൺഫ്ലിക്ട്സ് ഉണ്ടാകും. നമ്മൾ പറയുമ്പോൾ റെസൊല്യൂഷൻസിനെക്കാട്ടി കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. ഇതെല്ലാം എന്താണ്? ബിക്കോസ് അവർ മൈൻഡ് ഈസ് ഡിറക്റ്റഡ് ടു ദി ഫ്ലഷ്. പലപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ, നമ്മൾ മനുഷ്യരായതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ഐ ട്രെയിൻ മൈസെൽഫ് ഇൻ മെനി ഒക്കേഷൻസ്. മനുഷ്യനാണ്, നമുക്കെപ്പോഴും പ്രതികരിക്കാനും സംസാരിക്കാനും ചോദിക്കാനും അതിന് അനുസൃതമായിട്ട് പെരുമാറാനും ഒക്കെയും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രേരണ തരും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വാക്ക് തിരിച്ചു പറയണം, പ്രതികരിക്കണം, സംസാരിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഒരു 2-3 വട്ടം നമ്മളെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് കാം ചെയ്ത് ഒന്ന് ശാന്തപ്പെടുത്തിയിട്ട്, പ്രൈസ് ദി ലോർഡ്, ഇത് ഞാൻ ഒരു ദൈവ മനുഷ്യൻ എന്ന നിലയിൽ, ഒരു പാസ്റ്റർ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ ഇത് ഞാൻ പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ഐ ആം ജസ്റ്റ് അലൈനിങ് മൈസെൽഫ് വിത്ത് ദി കാർണൽ നേച്ചർ ഓഫ്
ദി ഫ്ലഷ്. ജഡത്തിൻ്റെ സ്വഭാവത്തോട് എൻ്റെ മനസ്സിനെ ഞാൻ അലൈൻ ചെയ്യുകയാണോ എന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് പോസ് ചെയ്തിട്ട്, ഒന്ന് നിർത്തിവെച്ചിട്ട് നമ്മളൊന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ മെനി ടൈംസ് പ്രൈസ് ദി ലോർഡ് എന്ത് ചെയ്യും? അത് നമ്മളിന്ന് വിഡ്രോ ചെയ്യപ്പെടും. പ്രൈസ് ദി ലോർഡ്. അത് നല്ല ഉദാഹരണം. ഇന്ന് നമ്മുടെ കയ്യിലൊക്കെ ഈ വാട്സപ്പും സോഷ്യൽ മീഡിയയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഈ മിക്കവാറും നമ്മുടെ ഇമോഷൻസ് എല്ലാം കൂടെ തള്ളിവിടുന്നത് ഈ നമ്മുടെ ഇതിനകത്തൂടെ നമ്മുടെ സോഷ്യൽ, നമുക്കിപ്പോൾ നേരിട്ട് പറയാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, നേരിട്ട് ഒരാളോട് പറയാൻ ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ ചെയ്യുന്നത്, ഏറ്റവും ബെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസിലോട്ട് അങ്ങ് വലിച്ചങ്ങ് നമ്മുടെ ഇമോഷൻസ് അങ്ങ് പേസ്റ്റ് ചെയ്യും. എന്നിട്ട് കാണേണ്ടവരൊക്കെ കണ്ടോണം, ഇതാണ് ഞാൻ ഇമോഷൻസ് വെന്റിലേറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ മെസ്സേജിലൂടെ നമ്മൾ അത് നമ്മുടെ സാധനം അങ്ങ് അടിക്കും. പലപ്പോഴും ഞാൻ ഇതുപോലൊക്കെ ടൈപ്പ് ചെയ്ത് കുറച്ച് നേരം ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ അതർ എൻഡിലെ ആൾക്കാർ കാണും, ടൈപ്പിംഗ് കാണും. പിന്നെ പെട്ടെന്ന് ഞാൻ പുറമോട്ടങ്ങ് ഡിലീറ്റ് ചെയ്യും. കാരണം കുറച്ചും കൂടെ ടൈപ്പ് ചെയ്ത് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതെൻ്റെ ജഡത്തിൽ നിന്നാണല്ലോ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. കുറച്ചങ്ങോട്ട് ടൈപ്പ് ചെയ്ത് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ ഞാൻ മനസ്സിൽ കാണുമ്പോൾ ഇത് വന്നത് എൻ്റെ ജഡത്തിൽ നിന്നാണ് വന്നത്. വേണ്ട, ഇത് ഇപ്പം ഇവിടെ ടൈപ്പ് ചെയ്താൽ ദാറ്റ് മീൻസ് ഐ ആം തിങ്കിങ് ഫ്രം മൈ ഫ്ലഷ്. ഉടനെ ബാക്ക് സ്പേസ് അടിച്ച് എങ്ങനെ അങ്ങ് പോകാതെ അങ്ങ് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് അത് വേണ്ട എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് അങ്ങ് ഉറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു എക്സസൈസ് നല്ലതാണ്. നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പം, അല്ലെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പിലൊക്കെ ഞാൻ ചെറിയ ടെക്നോളജിയുടെ പറയാം, ഈ വാട്സാപ്പിലൊക്കെ യു എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് തന്നെ മെസ്സേജ് അയക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെർച്ച് ചെയ്യുമ്പോൾ YOU എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് തന്നെ മെസ്സേജ് നമുക്ക് തന്നെ ടൈപ്പ് ചെയ്ത് അയക്കാം. ആദ്യം നമുക്കൊന്ന് അയച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്. അയച്ചു നോക്കുമ്പോൾ മറ്റൊരാളത് എങ്ങനെ വായിച്ചതെന്നുള്ളത് നമുക്ക് തന്നെ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് ഭയങ്കര കട്ടി കൂടിയ കാര്യം. സോ അതെന്ത് ചെയ്യും? നമ്മളതിനെ അങ്ങോട്ട് പെതുക്കെ അങ്ങ് മാറ്റിയിട്ട് സ്മൂത്തായിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ എത്ര സമാധാനം അതിനകത്തുണ്ടാകുന്നത്, എത്ര സന്തോഷം അതിനകത്തുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദി ഡിറക്ഷൻ ഓഫ് ദി മൈൻഡ് ഈസ് ചേഞ്ച്ഡ് ഫോർ എ സ്പിരിച്വൽ ഓർ എ ലൈഫ് വിത്ത് സ്പിരിറ്റ്. ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ്റെ ചിന്തയുടെ ഡയറക്ഷൻ എപ്പോഴും മറ്റുള്ളതാണ്. ജഡത്തിനുള്ളവൻ മരണത്തിനായിട്ടുള്ളത് ചിന്തിക്കുമ്പോൾ ആത്മാവിൻ്റെ ചിന്തയോ ജീവൻ, ഇറ്റ്സ് ഫോർ ലൈഫ് ആൻഡ് ഇറ്റ്സ് ഫോർ പീസ്. അല്ലെങ്കിൽ ഒറ്റ പ്ലെയിനായിട്ട് പറഞ്ഞാൽ ജഡത്തിനുള്ളവൻ ചിന്തിച്ചത് നരകത്തിൽ പോകാനുള്ളതേ ചിന്തിക്കത്തുള്ളൂ. ആത്മാവിനുള്ളവൻ ചിന്തിക്കുന്നത് സ്വർഗത്തിൽ പോകാനുള്ളത് ചിന്തിക്കുന്നു. അത് തന്നെയാണ് പൗലോസ് ആ കമ്പാരിസൺ പറയുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണം, പാപത്തിൻ്റെ ശമ്പളം നിത്യമായ മരണമാണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു ദ ലൈഫ് ഇൻ ദ ഹെൽ. ബട്ട് ആത്മാവിലുള്ളവൻ്റെ ചിന്തയോ ജീവനാണെന്ന് പറഞ്ഞാൽ നിത്യജീവനിലേക്കുള്ള അവൻ്റെ വഴി, അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. സോ ഇൻ ദിസ് ടു ഡയറക്ഷൻ യു ക്യാൻ തിങ്ക്. ഇഫ് യുവർ മൈൻഡ് ഈസ് directed towards the heaven, or your mind can be directed towards the hell. If you are directed to the hell, that means your desire is for death. And if you are directed to heaven, your desire is for life and peace. Paul, the direction of the mind are changed. മൂന്നാമത്തെ ഒരു ചേഞ്ച് ഇൻ ദ മൈൻഡിൽ വരുന്നത്, the devotion of the mind are changed. That exactly comes in the 7th word. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. സോ നമ്മൾ ഈ 3 വാക്യത്തിൽ ഒറ്റ പ്രധാനപ്പെട്ട പദമാണത്, ചിന്ത. ദ മൈൻഡ്. സോ ഒന്നാമത്തെ കാര്യം, what makes a difference in the mind of a believer is the desire of the mind is changed. Secondly, the direction of the mind is changed. Thirdly, the devotion, bhakti, the devotion of the mind is. അതാണ് ഏഴാമത്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം. സോ when a person, a carnal man, അല്ലെങ്കിൽ ഒരു man with flesh cannot walk with the will of God, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നടക്കുന്നവനെയാണ് ദൈവത്തിൻ്റെ ഭക്തൻ എന്ന് പറയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഭക്തി ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ ഏബിൾ ടു വാക്ക് ഇൻ ദി ഓർഡിനൻസ് ആൻഡ് ഇൻ ദി വിൽ ഓഫ് ദ ലോർഡ്, ദാറ്റ് മീൻസ് യു ആർ എ സ്പിരിച്വൽ ബീയിങ്. സോ കാർണൽ മാൻ or a natural man or a man, the fleshy man
cannot walk with the will of the God. ഈ ജഡമനുഷ്യൻ പലപ്പോഴും ജഡത്തിൽ ജീവിക്കുമ്പോൾ താൻ ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം ഒരു പാപമയമുണ്ട്. അതറിയാമോ? നമുക്കറിയാം, ലോകത്തിൽ പല ആളുകളുമുണ്ട്. ദേ ആർ നോട്ട് ലീഡിങ് ദെയർ ലൈഫ് ഇൻ സ്പിരിച്വൽ റെലം. ആത്മാവിലുള്ള ജീവിതമല്ല നയിക്കുന്നത്. എന്നാൽ അവർക്ക് ധാരാളം പേർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ധാരാളം പേരെ സഹായിക്കുന്നുണ്ട്, ആതുര സേവനങ്ങൾ, വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ബട്ട് ഐ വുഡ് സേ ദി എവറി ഗുഡ് വർക്ക്സ് ഡൺ ബൈ എ കാർണൽ മാൻ ഓർ എ നാച്ചുറൽ മാൻ, ഇറ്റ് ഈസ് ടെയിൻറ്റഡ് ബൈ ദി നേച്ചർ ഓഫ് സിൻ. അതിനകത്തെല്ലാം പാപത്തിൻ്റെ അംശം, പാപത്തിൻ്റെ ആദേശം ഉണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടോ നമ്മൾ ചെയ്തത് കൊണ്ടോ ഒന്നും ഒരിക്കൽ പോലും നമ്മുടെ മനുഷ്യൻ്റെ ഉള്ളിലെ പാപത്തെ നീക്കിക്കളയാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലെ ജഡമനുഷ്യൻ ഒരിക്കൽ പോലും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് അതിനെ കഴുകി വെളുപ്പിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ പാപത്തെ നമുക്ക് വെളുപ്പിക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഒരു ജഡമനുഷ്യൻ അവനിൽ തന്നെ രൂപാന്തരം വന്നിട്ടാണെങ്കിൽ, അവനിലുള്ള പാപത്തിന് മാനസാന്തരമുണ്ടായിട്ട് അവൻ ആത്മാവിനുള്ളതാണ് ചിന്തിക്കുന്നതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ വ്യക്തിക്ക് ഒരിക്കൽ പോലും ജഡത്തിൽ ചിന്തിക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. അല്ലെങ്കിൽ വാട്ട് എ ഫ്ലഷ് കനോട്ട് പ്രൊഡ്യൂസ് ഇൻ us can produce in a spirit life. ജഡത്തിനുള്ള മനുഷ്യൻ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്തത്, അത് ആത്മാവിനുള്ളവന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. ഐ റിയലി എൻകറേജ് എവ്രി വൺ ടു ലീഡ് ഓർ സബ്മിറ്റ് ഓർ ഈൽഡ് യുവർ ലൈഫ് ടു ദി പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും നമുക്കൊന്ന് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിൻ്റെ ടച്ചുള്ള ഒരു ജീവിതമുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് അനുഗ്രഹമായിത്തീരും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് നന്മയായിത്തീരും. നമുക്ക് ജഡത്തിൽ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് പലതും ആത്മാവിനാൽ നമുക്ക് ചെയ്യാൻ കഴിയും. സോ വാട്ട് ഐ ആം ട്രൈങ് ടു സിഗ്നിഫൈ ഹിയർ is our life should be touched and led by the Spirit. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകണം, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാകണം. പരിശുദ്ധാത്മാവിന് ഒരിക്കൽ പോലും ജഡത്തിനുള്ളത് ചെയ്യാൻ നമ്മെ അനുവദിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും ജഡമയമായതിലേക്ക് നമ്മെ നയിക്കത്തില്ല. അത് പറയുമ്പോൾ തന്നെ ഞാനൊരു കാര്യം, ഒരു ഡിസ്ക്ലൈമർ പോലെ പറയാണ്. കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിലൊക്കെ ഞാൻ പൗലോസിന്റെ ലൈഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് തന്നെ പലപ്പോഴും പറയുന്നുണ്ട്, ഈവൻ ദോ ദർ ഈസ് എ ഫൈറ്റ് വിത്ത് മീ, വിച്ച് ഫൈറ്റ്? ഓൾഡ് പോൾ ആൻഡ് ദ ന്യൂ പോൾ തമ്മിലൊരു ഫൈറ്റ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. കാരണം എന്താണ്? തൻ്റെ ഉള്ളിലെ പഴയ മനുഷ്യൻ സ്റ്റിൽ ആക്റ്റീവാണ്. ജഡമനുഷ്യൻ എപ്പോഴും ഇങ്ങനെ അവൻ ഈ നിത്യതയിൽ എത്തുന്നത് വരെയും അല്ലെങ്കിൽ തൻ്റെ മരണം വരെയും തൻ്റെ കൂടെ ഉള്ള ഒരു ഫൈറ്റാണ്. തൻ്റെ ജഡസ്വഭാവമുള്ളവൻ തന്നെ ഇങ്ങനെ പല കാര്യങ്ങളും പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ആത്മാവിൻ്റെ നടത്തിപ്പൂട് ഇല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു തട്ട് തട്ടിയാൽ മതി, നമ്മൾ ഉടനെ ജഡത്തിൽ വീഴും, പാപത്തിലേക്ക് നമ്മൾ മറിഞ്ഞു പോകും. എന്നാൽ ഈ ഫൈറ്റിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി എവിടെ നിന്നാണ് ലഭിക്കുന്നത് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലം ഞാൻ ഒരു കാര്യം വളരെ ശക്തമായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ ടച്ച് ചെയ്യപ്പെടണം, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം, പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകത്താൽ നിറയപ്പെടണം, പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലേക്ക് നമ്മൾ വരണം. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമ്പോൾ we are empowered to defend our enemy. We are empowered to defend the one who is enmity with Jesus Christ. Praise the Lord. Hallelujah. ഏഴാമത്തെ വാക്യം കൃത്യമായിട്ട് പറയുന്നു, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. നമ്മൾ ദൈവത്തോട് നമ്മൾ എന്താ ചെയ്യാന്ന്? വി ആർ ഇൻ ഫൈറ്റ്, വി ആർ ഇൻ എനിമിറ്റി വിത്ത് ജീസസ് ക്രൈസ്റ്റ്, എനിമിറ്റി വിത്ത് ദ ഗോഡ്. പ്രൈസ് ദി ലോർഡ്.
ഈ ഫൈറ്റ് എപ്പോഴും നമ്മളിലുണ്ടാകും. ബട്ട് ഇഫ് വി ആർ അണ്ടർ ദി സ്പിരിറ്റ്, ആത്മാവിലുള്ള ജീവിതമാണെങ്കിൽ നമുക്കൊരു കവറിങ് ഉണ്ട്, നമുക്കൊരു ശക്തിയുണ്ട്, നമുക്കൊരു എംപവറിങ് ഉണ്ട്, നമുക്കതിനെ ഫേസ് ചെയ്യാനായിട്ട് പറ്റും. ഈ കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്ന വീഡിയോ ഗെയിം ശ്രദ്ധിച്ചാൽ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു മേ ജസ്റ്റ് പ്ലേ ഗെയിംസ് ഇൻ ദ പ്ലേ സ്റ്റേഷൻ ആൻഡ് ഓൾ. സോ ഈ നിങ്ങളുടെ ഈ ചില ഗെയിംസിലൊക്കെ കാണാം, അവർ മേ ബി ദേ ആർ എൻകൗണ്ടറിങ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പോൾ അവരെന്തെങ്കിലും ഒരു സാധനം ഗ്രാബ് ചെയ്യുമ്പോൾ, അല്ലേ, എന്തെങ്കിലും ഒരു പവർ, ഒരു അൺയൂഷ്വൽ പവർ കിട്ടിക്കഴിഞ്ഞാൽ മുന്നിൽ വരുന്ന എല്ലാത്തിനെയും തട്ടി 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 അവർക്ക് പോകാം. കുറേ നേരം അവർക്ക് ആ പവറിൻ്റെ ഒരു കവറിങ് കിട്ടും. അപ്പോൾ വിത്തൗട്ട് എനി അറ്റംപ്റ്റ് മുന്നിൽ വരുന്ന ശത്രുക്കളെല്ലാം ചെതറി എപ്പോഴാണോ ഈ ഒരു ബോണസ് പോയിന്റ് അങ്ങ് നഷ്ടപ്പെടുന്നത്, അഗെയിൻ ഇറ്റ് വിൽ ബിക്കം എ നോർമൽ. അപ്പം പിന്നെ ആരെങ്കിലും വെടിവെച്ചാൽ ആൾ തീരും. The fight is always there. But when we are covered with the Spirit, ആ പരിശുദ്ധാത്മാവിനാൽ ആത്മാവിലുള്ള ജീവിതമാണെങ്കിൽ it will enable us to, it will empower us to, it will cover us to defend this fight. ഈ ഒരു പോരാട്ടത്തെ ജയിക്കാനുള്ള ഒരു ശക്തി നമ്മളിലേക്ക് പകരപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണെങ്കിൽ അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയത്തില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. 7ാമത്തെ വാക്യം പറയാൻ നിർത്തുമ്പോൾ we can see that the differences in the mind of the believer, it is in the desire, in the direction and in the devotion. ഇവിടെ എല്ലാം ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നു. For whom? Those who are under the power of spirit. Differences in the spirit life. ആത്മാവിലുള്ള ജീവിതം. Second point, difference in the motives of the believer. അല്ലെങ്കിൽ ഒന്ന് മൈൻഡ് ആണെങ്കിൽ രണ്ടാമത്തത് നമ്മുടെ മോട്ടീവ്സ്, നമ്മുടെ പ്രവൃത്തികളാണ്. ദി കൈൻഡ് ഓഫ് attempts that we make, or it is slight different from the mind. അത് മറ്റേത് ചിന്ത മാത്രമാണെങ്കിൽ this is more into our action. 8ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം, there is a charge against the flesh. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയില്ല. They cannot please God. The flesh, the man with carnal minds, carnal nature cannot please God. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് എന്താ വേണ്ടത്? എബ്രായർ ലേഖനം 11:6 പറയുന്നത് വിശ്വാസം. എബ്രായർ ലേഖനം 11:6 ഇൻഫാക്റ്റ് ഒന്ന് വായിക്കാം. 11:6 വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നില്ല. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഈസ്, ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഈസ് ത്രൂ ദ ഫെയ്ത്ത്. അതുകൊണ്ട് തന്നെയാണ് ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്ന് വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. It is through faith we can please God. What is spirit produced cannot be duplicated by the flesh. എന്താണോ ആത്മാവിലുള്ളത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, that cannot be duplicated by the flesh. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് വേറെ ഒരു മാർഗവുമില്ല. ജഡസ്വഭാവം കൊണ്ട് ദൈവം പ്രസാദിക്കത്തില്ല. ഒരുപക്ഷെ നമുക്ക് നല്ല പാട്ട് പാടി ആരാധിക്കാൻ കഴിയുമായിരിക്കും, നമുക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയുമായിരിക്കാം, നമുക്ക് നന്നായിട്ട് കഴിവുകൾ കാണും, ടാലൻറ്റ്സ് കാണും, നല്ല 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 പ്രാപ്തി നമുക്ക് കാണും. സോ ദാറ്റ് നെവർ മേക്സ് ദാറ്റ്, അതൊന്നും എന്ത് ചെയ്യുന്നില്ല ദൈവത്തെ പ്രസാദിപ്പിക്കാനായി. അൺലെസ് ആൻഡ് അണ്ടിൽ വി ആർ ഇൻ ഫ്ലഷ്, ജഡസ്വഭാവത്തിലാണോ നമ്മൾ ചെയ്യുന്നത് കൊണ്ടൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. മേ ബി ആളുകൾ പറയും, വാവ് സൂപ്പർ, നന്നായിട്ടുണ്ട്, എല്ലാം അടിപൊളിയായിരുന്നു എന്ന് പറയും. പക്ഷെങ്കിൽ ദൈവം നോക്കിയിട്ടും
ആ ദൈവം പ്രസാദിക്കുന്നില്ല. ബിക്കോസ് വി ആർ അണ്ടർ ദി ഫ്ലഷ്, നാച്ചുറൽ ഫ്ലഷ്. അപ്പോൾ എന്താണോ ആത്മാവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതൊരിക്കലും നമ്മുടെ ജഡം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് വേണേൽ ശക്തമായി പാടാൻ പറ്റുമായിരിക്കും, പ്രസംഗിക്കാൻ പറ്റുമായിരിക്കും, അന്യഭാഷയിൽ ആരാധിക്കാൻ പറ്റുമായിരിക്കും, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. വി ക്യാൻ ഡു വേരിയസ് തിങ്സ് for the church. We can engage in various activities. We can run, we can just organize what all things we can do it. അതെല്ലാം നമുക്ക് ചെയ്യാം. അതിനെക്കാട്ടി വൃത്തിക്ക് നല്ല ഈവൻറ്റ് മാനേജേഴ്സ് ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടി നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഒരു ഈവൻറ്റ് മാനേജേഴ്സിന് കൊടുത്താൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്തത് കൊണ്ടൊന്നും ദൈവം പ്രസാദിക്കണമെന്നില്ല കേട്ടോ. പലപ്പോഴും നമ്മൾ ചെയ്ത് അയ്യോ ഞാൻ ഇത്ര ഓടി അധ്വാനിച്ചിട്ട് ദൈവം ചിലപ്പോൾ മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടാവത്തില്ല. ദൈവം അത് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടാവത്തില്ല. ബിക്കോസ് വി ആർ അണ്ടർ ദി കാർണൽ ഫ്ലഷി നാച്ചുറൽ ബീയിങ്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ആത്മാവിൽ വിശ്വാസത്തോടെ ദൈവത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്താലാണെങ്കിൽ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാനായിട്ട് കഴിയും. ദൈവത്തെ നമുക്ക് വാസ്തവമായി പ്രസാദിപ്പിക്കാനായിട്ട് കഴിയും. സോ ദർ ഇസ് എ ചാർജ് അഗൈൻസ്റ്റ് ദ ഫ്ലഷ് ഇൻ വേഴ്സ് 18. ജഡസ്വഭാവം ഉണ്ടെങ്കിൽ വാട്ട് ഓൾ തിങ്സ് ദാറ്റ് വി ഡു, നമ്മൾ എന്തൊക്കെ ചെയ്താലും ദൈവത്തിന് പ്രസാദമാകത്തില്ല. And of course Paul is also trying to make a difference in the motives of the believer, that is the change apparent in the life in the spirit. അവിടെ തന്നെ നമ്മൾ അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കും. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. So there is a motive, a change apparent in the life in the spirit is placed into the life in the spirit. ആത്മാവിലുള്ള ജീവിതം. ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. If God's spirit is dwelling in us, we are not under the flesh, we are under the spirit. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെ ചെയ്താലും ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ ഭരിക്കുന്നില്ലെങ്കിൽ വി ആർ നോട്ട് ഓഫ് ഗാഡ്. സോ ദ മോട്ടീവ്സ്, ഡിഫറൻസസ് ഇൻ ദ മോട്ടീവ്സ് ഓഫ് ദ ബിലീവർ, ഇറ്റ് ക്യാൻ ബി ദ ചാർജ് അഗൈൻസ്റ്റ് ദ ഫ്ലഷ് ലൈഫ്, because the flesh cannot please God. There is an apparent change apparent in the life in the spirit. That means ക്രിസ്തുവിനുള്ള സ്വഭാവമുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവനായി ജീവിക്കുന്നതാണ് വാസ്തവത്തിൽ നമ്മുടെ ഡിഫറൻസസ് ഇൻ ദ മോട്ടീവ്സ്. ഫൈനലി 3-ാമത്തെ കാര്യം, സമയം മുമ്പോട്ട് പോവുകയാണല്ലോ, ഡിഫറൻസസ് ഇൻ ദ മെമ്പേഴ്സ് ഓഫ് ദ ബിലീവർ. ഒരു വിശ്വാസിയുടെ അവൻ്റെ ഉള്ളിലെ മെമ്പേഴ്സിനുണ്ടാകുന്നവർ, ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഡിഫറെൻറ്റ് മെമ്പേഴ്സ്, മേ ബി ഒരു അവനിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഡിഫറൻസസ് ഇൻ ദ മെമ്പേഴ്സ് ഓഫ് ദ ബിലീവർ. 10-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന 1-ാമത്തെ കാര്യം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ദർ ഇസ് എ ചേഞ്ച് ഇൻ ദി ബിലീവർ, ചേഞ്ച് ഇൻ അവർ മെമ്പർ. അതായത് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതിലായും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. When the spirit of the God moves in us, there will be a change in us. പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ സഞ്ചരിക്കുന്നെങ്കിൽ നമ്മളിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. 11-ാമത്തെ വാക്യം അത് തന്നെയാണ്. യേശുക്രിസ്തുവിനെ മരിച്ചവന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന നിന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. There will be a change in our member. We will be resurrected. We will be having a change. നമ്മുടെ മർത്യ ശരീരങ്ങളെയും എന്ത് ചെയ്യും? ജീവിപ്പിക്കും. We are in a carnal bodies. We are in a fleshy bodies. But if we are under the Spirit, under the life in Christ,
our nature, the member of maybe there will be a change in our member. നമ്മുടെ മർത്യ ശരീരത്തിന് വരെയും എന്തുണ്ടാകുന്നു? ജീവൻ ഉണ്ടാകുന്നു. മർത്യ ശരീരം ജീവൻ ഉള്ളതായി മാറുന്നു. There will be a change. even though നമ്മൾ പാപത്തിലാണ് ജീവിക്കുന്നത്, എന്നാൽ ക്രിസ്തു യേശുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ മർത്യ ശരീരം വരെയും ഉയർത്തപ്പെടും. It will be also resurrected. രണ്ടാമത്തെ ഒരു ചലഞ്ച് പറയുന്നത് 12-ാമത്തെ വാക്യം, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനാകുന്നത്. We are not debt to the flesh, but we are debt to Christ. Why? How? Praise the Lord. നമ്മൾ ജഡത്തിനല്ല കടക്കാരനാകുന്നത്. because we are debtors to Christ, because Christ has paid the ransom. Christ has paid the amount. യേശു ക്രിസ്തുവാണ് വില നൽകിയത്. യേശുവാണ് നമ്മെ രക്ഷിച്ചത്. യേശുവിൻ്റെ രക്തത്താലാണ് നാം വീണ്ടെടുക്കപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് കടപ്പെട്ടിരിക്കുന്നത് യേശുവിനോടാണ്. കാരണം യേശു വിലയ്ക്ക് വാങ്ങിയതാണ് ഞാൻ. യേശു വിലയ്ക്ക് വാങ്ങിയ വ്യക്തിയാണ് ഞാൻ. യേശുവിൻ്റെ ആത്മാവ് എന്നിൽ പകരാനായിട്ട് യേശു തൻ്റെ ജീവൻ എനിക്ക് വേണ്ടി നൽകി. സോ എൻ്റെ കടം എൻ്റെ ജഡത്തോടല്ല, എൻ്റെ കടം എനിക്ക് കിട്ടുന്ന എൻ്റെ കാർണൽ ഫീലിങ്സിനോടല്ല, എൻ്റെ ഇമോഷനോടല്ല, എൻ്റെ യുക്തിയോടല്ല, എൻ്റെ റീസണോടല്ല, എൻ്റെ റാഷണാലിറ്റിയോടല്ല. എൻ്റെ അനുഭവങ്ങളൊന്നും എൻ്റെ ജഡത്തെ സന്തോഷിപ്പിക്കാനുള്ളതല്ല, ജഡത്തെ പരിപോഷിപ്പിക്കാനുള്ളതല്ല, ജഡം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ളതല്ല, ജഡത്തിൽ വരുന്ന ചിന്തയ്ക്കനുസരിച്ച് നീങ്ങാനുമുള്ളതല്ല. I am a debtor to Christ, because എനിക്ക് കടം വീട്ടാനുള്ളത് യേശുവിനോടാണ്. കാരണം യേശുവാണ് എൻ്റെ പാപത്തെ മോചിപ്പിച്ചു തന്നത്. So my obligation is not to my flesh, but my obligation is to Jesus Christ, because I am having a debt before him. കാരണം അവൻ എനിക്ക് വേണ്ടി വില നൽകി. എനിക്ക് എത്ര നിരികെ കൊടുത്താലും അത് മതിയാകത്തില്ല. Praise the Lord. So I am not following the desires of my flesh, because I have nothing to do with my flesh. Praise the Lord. I have nothing to do with my mind. I have everything to do with God, with Jesus Christ, because I am debted to him. ഞാൻ അവന് വേണ്ടി കടക്കാരനാകും. അതാണ് 12. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനായിരിക്കുന്നത്. We have nothing to give to our flesh, but we are every time reminded of that. എനിക്ക് കർത്താവിന് വേണ്ടി ഒത്തിരി കൊടുക്കാനുണ്ട്, because he has paid a big price for me. നമുക്കറിയാമല്ലോ, ലോകത്ത് നമ്മൾ ജീവിക്കും, ചിലരോടൊക്കെ കടം മേടിച്ചിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കുകയോ ഇന്ന വ്യക്തിക്ക് കൊടുക്കാനുണ്ടല്ലോ, ഇന്ന വ്യക്തിക്ക് കൊടുക്കാനുണ്ടല്ലോ, കടം വീട്ടാനുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നത് പോലെ യേശു നമുക്ക് തന്ന ലൈഫിന് പകരമായി എനിക്ക് എന്തൊക്കെ ചെയ്താലും I cannot complete my debt, because he has paid such a huge amount for me. എന്നാൽ നമ്മൾ എപ്പോഴും നിറയ്ക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ജഡത്തിന് വേണ്ടിയാണ്. നമ്മൾ മൂവ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? ജഡം പറയുന്നതനുസരിച്ച്. നമ്മൾ പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ജഡം പറയുന്നത് കേട്ടിട്ടാണ് പോകുന്നത്. ബട്ട് ദൈവത്തിനുള്ള കടം വീട്ടിയിട്ടില്ല. സോ വി ഹാവ് ടു കണ്ടിന്യൂ. വി ആർ നോട്ട് ദി ഡെപ്റ്റേഴ്സ് ടു ദി ഫ്ലഷ്, ബട്ട് വി ആർ ഡെപ്റ്റേഴ്സ് ടു ക്രൈസ്റ്റ്. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ദർ ഇസ് എ കോഷൻ റിമൈൻഡഡ് ഇൻ ദ സെയിം തിങ് ഫോർ ദ മെമ്പർ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് പ്രൈസല്ലോ ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആദ്യം പറഞ്ഞതുപോലെ ജഡത്തിൻ്റെ ചിന്ത മരണമാണ്. സോ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നമ്മൾ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് എ ഫൈറ്റ്, ഇറ്റ് ഈസ് എ ഓൺഗോയിങ് ഫൈറ്റ്, ഓൺഗോയിങ് സ്ട്രഗിൾ. എന്നാൽ ഓരോ ദിവസവും അതിനെ മരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദർ ഇസ് more chances to live, more chances to bring life, more chances to enter into the eternal life, the life and peace, to make life and peace. എന്നാൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ definitely we are decaying, definitely we are dying, definitely നമ്മൾ ഡിഫൈലിങ്, നമ്മളെ തന്നെ മരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ we are building life, we are building the eternal life. ഈ രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. സോ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ഈസ് ദി ഡിഫറൻസസ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിലുള്ളവൻ്റെ വ്യത്യാസത്തെക്കുറിച്ചാണ് ഈ രാത്രികാലം ചിന്തിച്ചത്.
പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലം നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിനൊന്ന് ഏകാഗ്രമാക്കാം. അതിനായി നമ്മുടെ ഹൃദയങ്ങളൊന്ന് സമർപ്പിച്ചു കൊടുക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്.